ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് വൻപയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മത്തൻ്റെ കഷ്ണം കൂടി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുക്കറിലായിട്ട് വെക്കുന്നതുകൊണ്ടാണ് വലിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 1 മണിക്കൂർ പിന്നെ നമ്മൾ വൻപയറൊന്ന് പുതിർത്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മത്തന് വൻപയർ പുതിർക്കാതെ ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. ഒരു 3-4 വിസിലൊക്കെ വരേണ്ടി വരും. അപ്പോൾ മത്തനങ്ങ് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് വൻപയർ ഞാൻ പുതിർത്ത് ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരവ് തയ്യാറാക്കാൻ ഒരു 4 വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2 മതി, ചെറുതാണെങ്കിൽ 4 ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ തോരനൊക്കെ ക്രഷ് ചെയ്തെടുക്കൂലേ, അതേമാതിരി ഒന്ന് ക്രഷാക്കി എടുക്കുക. ഒരുപാട് അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. 2 വിസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് ഈ മത്തനൊന്ന് വെന്തോന്ന് നോക്കാം. മത്തനും അതുപോലെ തന്നെ വെള്ളപ്പയറും നമുക്ക് വെന്തോന്ന് നോക്കാം. ഈ വൻപയറിന് നമ്മളിവിടെ അധികം വെള്ളപ്പയറെന്നാണ് പറയുക കേട്ടോ. പിന്നെ വൻപയറെന്നും പറയും, വമ്പയറെന്ന് പറയും, അങ്ങനെയൊക്കെ പലതും പറയലുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് രണ്ടും. മത്തനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇതൊക്കെ വേഗം താമസം എടുക്കുന്ന എഴുതിയിട്ടാണ് ചേർത്ത് കൊടുക്കാനിത്. നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഇത്. നമുക്ക് സദ്യക്കൊന്നും മാത്രമല്ല, അതല്ലാതെ നമുക്ക് സാധാരണ ചോറിൻ്റെ ഒപ്പം നമുക്ക് ഇതുണ്ടാക്കിയിട്ട് കഴിക്കാം. ഈ ഒരു കൂട്ടം മാത്രം മതി, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ നിന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല പറഞ്ഞില്ലേ, ഇപ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് വിചാരിച്ചിട്ട് ഇതിലേക്ക് പിടിക്കുമെന്നൊന്ന് കരുതണ്ട. ഉപ്പൊക്കെ പിടിക്കും, നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇനി ഇതിവിടെ ഒരു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റിയായ ഒരു വറവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച തേങ്ങയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചൊന്ന് തണുപ്പ് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ല ചോക്കയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ചോന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിൽ നിന്നോളും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകുമൊന്നുമില്ല. ആദ്യം തന്നെ കറിവേപ്പില ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അവസാന സമയത്ത് ഇങ്ങനെ കറിവേപ്പില ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. അതിൻ്റെ ആ പച്ചക്കളറൊന്നും നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇപ്പോൾ വീഡിയോയുടെ അവസാനമാണ് ലൈക്ക് എന്ന് പറയുന്നത്. എന്നാലും നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം തന്നെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി ഓണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതാ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.